നമ്മള് പറഞ്ഞത് കേൾക്കുന്നില്ല എനിക്കും അടുത്ത് ഹലോ 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 കാർലോ എന്തു പറ്റി? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്ത് സംഭവം? എന്താ സംഭവം? എന്തായാലും ഇതെന്തോ മുട്ടോടായി പണേ. എനിക്ക് 100% ഉറപ്പാണ് ഇതെന്തോ മുട്ട. എല്ലാരും വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ കാർലോ ഡ്രസ് പോലെ എനിക്ക് പുറകിൽ പരിദ്വാസം കേട്ടാ. ആ അത് MRC-യുടെ ഗ്യാങ്സ് അല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ നിന്നെയൊക്കെ ഉണ്ടല്ലോടാ, നിന്നെയൊക്കെ എടാ ഗോകു നിനക്കൊക്കെ ഉണ്ടല്ലോ തൂറി കവർ കെട്ടി എറിഞ്ഞു തരണം നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ പേരടിച്ചല്ലേ വാസ്തു കാറിലത്. അണ്ണാ കൊറേ പേർക്ക് മനസ്സിൽ അഭിനയം ആദ്യം കേട്ടപ്പോ പ്രാങ്കാന്ന് മനസ്സിലായിട്ടാ, പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സീരിയസ് ആവുന്ന തമാശയാണെന്ന് മനസ്സിലാവണില്ല. അതെ എനിക്ക് പ്രാങ്കെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇവരെ അഭിനയം കാണുമ്പോ എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചു, ഇത് ശരിക്കും ഇവര് സിറ്റുവേഷൻ ആയതാണോ അഭിനയിക്കാണ്. ഇത് രണ്ടിലും പേരടിച്ചല്ലേ? അത് കൊള്ളാം. സെറ്റ് കൊറേ നാളായി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ. സത്യം എന്റെ അമ്മ എത്ര കാലം ഈ സാമാനത്തിന് വെയിറ്റിംഗ്. ഡെവിലാണ് ഇതിന്റെ പിന്നിൽ ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. നാളെ അപ്ഡേറ്റില് മാറും. സോറി വേണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അതിലേക്ക് നാളത്തെ അപ്ഡേറ്റില് എന്തായാലും ഇതിപ്പോ നിങ്ങളുടെ ഗാരേജിൽ ആടാവും. മീറ്റിംഗിലായിരുന്നു. ഈ സ്ഥലം അപ്പാപ്പിനെ വിളിക്കണേ, പുള്ളി ഐസിയിലായേ. കാറിലൊരു കാര്യം പറട്ടാ, അന്ന് നോക്കി ഗ്രൗണ്ടിൽ തള്ളായിരുന്നു പ്ലാന്. നിങ്ങള് ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഒന്ന് വണ്ടി ഓടിച്ചു നോക്കി. ഓ അതാ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയില്ലായിരിക്കുമോ? ഹോക്കി ബ്രോണ് കേട്ടോ അണ്ണാ പ്ലാൻ ചെയ്ത് ഹോക്കി ആണല്ലേ? നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ പ്ലാനിന്റെ സെറ്റാണ്. പക്ഷെ ഇന്ന് അത് എന്തായാലും വർക്ക് അടിയാവൂലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇന്നും കൂടെ ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളു. അണ്ണ ഫസ്റ്റ് വരായിട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആരും എനിക്ക് അൾട്രോണ് മാത്രം എന്റെ ഫോൺ ഓഫാ. പറഞ്ഞോ. പ്രാങ്കിനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാല്ലേ ഇപ്പോഴുള്ള വിഷയം? ഞാൻ ആ സത്യം പറഞ്ഞിട്ടല്ലോ, ആദ്യം എനിക്ക് ഉറപ്പായിരുന്നു ഇത് പ്രാങ്ക് ആയിരിക്കുമെന്ന്. കാരണം ഇവന്മാരുടെ കണ്ട അഭിനയം കണ്ടപ്പോഴേ എനിക്ക് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഹരിയുടെ ഒക്കെ കോള് കേട്ടപ്പോ, അല്ല നീലന്റെ ഒക്കെ കോള് കേട്ടപ്പം എനിക്കിത് ശരിക്കും സിറ്റുവേഷൻ ആണോന്ന് തോന്നിപ്പോയി.
അതില് ഒരു സത്യസന്ധമായ ഒരു കാര്യം എന്താ വെച്ചാല് ഞങ്ങള് ആദ്യം അഭിനയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഏബലിന്റെ അഭിനയം കണ്ടി അഭിനയം അതിലാണ് എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്കിത് prank ആണെന്ന് മനസ്സിലായത് നിന്റെ അഭിനയം അതിന്റെ പോരായിരുന്നു മനസ്സിലായി എന്റെ അഭിനയമാണ് ആ ഗോകുവിന്റെ ഭയങ്കര ഇവരെ മോബിയുടെയും ഗോകുവിന്റെയും ഇവന്റെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു ഭയങ്കര ആകെ എനിക്ക് മന്ദാരോട് ഉണ്ടോ അറ്റാക്ക് വന്നു ആകെ എനിക്ക് നന്നായിട്ട് തോന്നിയത് നീല അഭിനയം അല്ലായിരുന്നു പിന്നെ അറിയണം പക്ഷെ എനിക്ക് നല്ല അഭിനയമായിട്ട് തോന്നിയത് നീലന്റെ ആയിരുന്നു പക്ഷെ നീലിനെ അറിയാനില്ല, ആർക്കും അറിയത്തില്ല അറിയത്തുള്ളു. എന്തായാലും നന്നായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാ മറ്റുള്ള കുറെ പേർക്ക് ഹാപ്പി ആയത് കാരണം അങ്ങോട്ട് പേടിച്ച് ഇവിടെ അടിപൊട്ടിയപ്പോ പല ചർച്ചയായിരുന്നു കേട്ടോ റെഡി ആയിട്ട് വന്നതാ വടിയൊക്കെ എടുത്തുന്ന കേട്ടോ നമുക്കൊരു ഫോട്ടോ എടുക്കാം എല്ലാരും അങ്ങോട്ട് നിന്നതിനാല് ശരിയല്ലേ? LSP വരുന്നുള്ളൂ ഫോട്ടോ എടുക്കാം LSP വരണം ഫോട്ടോ എടുക്കാൻ അളിയാ ജിഗുരു എടാ അവളെ നിന്നെ കൊറേ വിളിച്ചതിന് കിട്ടിയില്ല. ഇവനെന്താ ചമ്മണം വണ്ടിമല്ലടാ എടാ ബാക്കിൽ പോയി നിക്കടാ ബാക്കിൽ പോയി നിക്കടാ വണ്ടിയിലല്ല വണ്ടിയിൽ എണ്ണ മാത്രം മുച്ചിരി എനിക്ക് അങ്ങനെയല്ല സ്റ്റെയറിൽ നിക്കാം അതാകുമ്പോ മിക്സ് ആയിട്ട് നിക്കാം, മിക്സ് ആയിട്ട് നിക്കാം. ആ ഓക്കെ സ്റ്റെയറിൽ ഷഫിളായിട്ട് നിക്കാം നിങ്ങൾ രണ്ടുപേരും മാത്രം വണ്ടിയിലൂടെ ഞങ്ങള് പച്ചവണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കാം ആ, അതെ അത് കൊള്ളാം. ഇല്ല നമ്പർ പ്ലേറ്റ് എന്താ വേണ്ടേ? എനിക്ക് വാസുവിന്റെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നമ്പർ പ്ലേറ്റ് ചെയ്താൽ നോക്കട്ടെ എനിക്ക് വണ്ടിയിൽ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു ആ ടിൻറ്റു എന്ന് പറയട്ടാ ടിൻറ്റു എന്നായിരുന്നല്ലേ ഞാൻ മറന്നുപോയി ആ എന്തോ ടിൻറ്റു എന്ന് മതി ചേട്ടാ നമ്പർ പ്ലേറ്റ് ഓക്കെ കളർ കൂടെ ഒന്ന് റെഡാക്കി അങ്ങനെ അറിയത്തില്ല ലിയോ ഇടയ്ക്ക് ലിയോ അപ്പുറത്തേക്ക് പോയി നിൽക്ക്. ലെയിൻ 4 അത് എടാ നമ്മള് வண்டி மேல இருந்தாலே பெட்டர் பின்னாடில இருந்து காண முடியாதுன்னு நினைக்கிறேன். എന്താ സാബു എന്താ வண்டி மேல நின்னா பெட்டர். ഇല്ല വണ്ടി മേലെ വേണ്ട ഇങ്ങനെ മതി ஓகே 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 പെട്ടെന്ന് നിക്കടാ അതിന് റെക്കോർഡ് ചെയ്യട്ടെ. ദൈവമേ രാവിലെ ആക്കാവോ? ദൈവമേ ഇവിടെ ദൈവം ഉണ്ടെങ്കിൽ DJ ശശി മച്ചാൻ. ദൈവമേ ആരെങ്കിലും വേണ്ടി രാവിലെ ആക്കാവോ? രാവിലെ ക്ലൈമറ്റ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ കാർലോ ലീൻ 4 ഓ ഇതിന്റെ ഇത് നോക്കിയേ കാർലോടെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൽ ആ ലോഗോ കണ്ട കേറാൻ പറ്റുന്നില്ല എനിക്ക് ഇവിടെ കേറാൻ പറ്റാത്ത അല്ല എനിക്ക് നിന്നെ കാണിക്കുന്നില്ല ലെറ്റ്സ് ഗോ എനിക്കിവിടെ താഴെ അല്ലേ നീ താഴെ നിക്കുന്നതാ എല്ലാരും നിക്ക റെക്കോർഡ് വീട് മേല് പേടിക്കണ്ട എന്റെ എന്തൊരു വൃത്തിയല്ലേ എന്റെ അമ്മോ എത്ര നാളായല്ലേ നിങ്ങളൊക്കെ ഈ ഫോട്ടോ എടുക്കുന്ന LSP അവനെവിടെ എന്തൊരു പ്രത്യേക സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ കേസ് കാരണം അത്രയ്ക്കും ഇതായിട്ടുണ്ട് എന്നുവെച്ചാ വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും നമ്മള് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് നേരിട്ട് കണ്ട സമയത്തെ ഞങ്ങൾക്ക് ഒന്നും മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ മിണ്ടാതെ പോയിട്ടുണ്ട് ഞാനും
ഞാനും കാസ്ട്രോ റൈറ്റിലേക്ക് അക്കാശിയൊക്കെ മേളിൽ കയറിക്കോ. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ. അത് സത്യം പറഞ്ഞു. നിങ്ങൾ രണ്ടും മാത്രം അല്ല കള്ള് നീലിനാണോ വീടി ഡോക്കി. അതെ അതെ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞത് ഇനി അങ്ങനെ ഒരു സാധനം ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് ഉറപ്പിച്ചത്. അതുകൊണ്ടാ ഞാൻ 4-5 ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തോക്ക് വേണ്ടളിയാ, തോക്കൊക്കെ എന്നുണ്ടേലിയാ. അപ്പൻ ഇന്ന് ഇല്ലെന്ന് തോന്നടാ, ഇന്ന് സിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നു. പുള്ളി ഇവിടെ വന്ന് ഇടയ്ക്ക് പ്ലേയിങ് 5 എന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. കോച്ച് ജസ്റ്റ് ഒന്നും കൂടെ കുറച്ച് അറിയിക്കോ സെന്ററായിട്ട് റെക്കോർഡ് ചെയ്ത ഓപ്ഷനിലാണ്. ഓപ്ഷൻ ഉണ്ടല്ലേ, അതാണ് അതാണ് അതാണ്. അല്ല ഏതാ ഏതാ എനിക്കും കൂടെ ചെയ്യണം. ഹലോ സാബു, ഹലോ സൈഡിലോട്ടിരിക്കണം. അലമുണ്ടാക്കല്ലേ സാബു? ഹലോ സാബു അവിടെ നടുക്ക് പ്രശ്നം കേട്ടാ. സോറി என்னடா தம்பி உங்களை இப்படி பண்றீங்க? ക്യാമറ മോഡ്, ക്യാമറ മോഡ് ഉണ്ട്. അതെ അതാ നല്ലത്. ഇത് കുറച്ച് ദൂരത്തോട്ട് നീക്കാൻ എന്താ വേണ്ടേ? ഓ ഇത്ര നീങ്ങൂടാ മാക്സിമം. നിക്ക് കറക്റ്റ് ഇത് മൊട്ടയല്ലേ? അത് മൊട്ടയുടെ സൗണ്ട് ആണോ അത് കേക്കുന്നേ? ഞാൻ ക്യാമ നോക്കിയിട്ടെ ജസ്റ്റ് കുറച്ചു നേരത്തേക്കിന്. എന്റെ ക്യാം ഏതാ ഇതിനകത്ത്? ആ ഫേസ് ക്യാം എന്ന് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. വെറും ഒരു ക്യാമറയിൽ പതിയാൻ പോണ ഒരു ചിത്രമല്ലേ ഇത്? ആ ഡയലോഗ് ഇടണല്ലേ? സേവ് കേസ് ഒരു സെക്കൻഡ്. ഇതെടുത്തോട്ടെ. ഡയലോഗ് ഏതായിരുന്നു? വണ്ടിയെല്ലാം പോയോ? ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എന്റെ സ്വപ്നത്തിലേക്കാണ്. എന്റെ സ്വർഗരാജ്യം. നമ്മളെല്ലാരും ഒന്ന് വരുവോടാ? അതിൽ KVL എല്ലായിടത്തും ഒന്ന് വരാൻ പറയോടാ. കാർലോ എല്ലാരും ഒന്ന് വിളിക്കോ. കാർലോ
എടാ നമ്മുടെ ആൾക്കാർ ഇങ്ങോട്ട് എടാ ഇപ്പുറത്ത് ഇവിടെ അല്ല നമുക്ക് ഗ്രൂപ്പായിട്ട് നിൽക്കണ്ട. അല്ല നിങ്ങൾ ആ സൈഡിൽ നമ്മൾ ഈ സൈഡിൽ നിന്നോ അങ്ങനെ നിന്നോ. ഓ എനിക്ക് മനസ്സിലായി. ഞാനല്ലേ അത് ഞാനല്ലേ അള്ളാണ് ഞാനല്ലേ പിടിക്കും. ആ കേപ്പി കയറി ആ പറടാ. നമ്മളപ്പുറത്ത് കളിക്കട്ടെ പയ്യന്മാര് അപ്പുറത്തെ പയ്യന്മാർ ഇപ്പുറത്ത് കളിക്കട്ടെ അവർക്ക് വാസുവിന് അപ്പുറത്തില്ലേ കാർലോ? അല്ല എനിക്കൊരു കാര്യം പറയണ്ട, അത് കാരണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കുറച്ച് നാൾക്ക് മുമ്പേ എനിക്കിത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നും എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു 3-4 മാസം മുമ്പ് എനിക്കൊരു നല്ലൊരു നമ്മുടെ ടി വിയിലൊരു നല്ലൊരു ഡൗൺ ടൈം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 100% ഉറപ്പാണ്. അതായത് നിങ്ങളെ അന്ന് ഞങ്ങളെ ഇതിനകത്തുനിന്നെല്ലാം ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഒരു പില്ലറായിട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല പുറത്തും അകത്തും നിങ്ങൾ അതിൻ്റെ രീതിയിൽ കുറ്റം പറയണതോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയണത് കേട്ടിട്ടില്ല. ഞാനിത് പലവട്ടം ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റാർട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഇത് ഞങ്ങൾ എന്നെ നിർത്തിപ്പോയേനെ. ആൻഡ് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാത്തതായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ടേ ശരിക്കും തീരുമാനിച്ചു തുടങ്ങിയത് KVA ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന്. പക്ഷെ പലപ്പോഴും സിറ്റിയിൽ നമ്മുടെ കൂട്ടത്തിലെ പിള്ളേരെ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടിയും വഴക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ സമയത്താണെങ്കിൽ പോലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോഴാണെങ്കിലും ഞാനിത് അടിച്ചു തീർക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വരട്ടെ, പണ്ടത്തെ പോലത്തെ ഒരവസ്ഥ ഇനി വരാതെ നോക്കിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ എടുത്ത് തീർക്കാന്നുള്ളൊരു രീതിയിൽ വരെ ചിന്തിച്ചല്ലേ. ഇനിയാണെങ്കിലും രണ്ടാമതൊരു ഫൈറ്റ് എടുത്ത് തീർക്കാമെന്ന് വരെ ചിന്തിച്ച സമയമുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സെനാറിയോയിൽ കാർലോ ഞങ്ങൾ ഏറ്റവും ഞാൻ തുറന്നു പറയാൻ റെഡിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഗ്യാങ്ങിനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് KVA അടിക്കാണ്. അത് വേറെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ വേണ്ടി അങ്ങനെ നിന്നിട്ടില്ല. അത്രയും പ്രാക്ടീസും ചെയ്തിട്ടില്ല, അത്രയും ഇതാക്കിയിട്ടില്ല. സോ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അത് വന്ന ഇതിന്, അതായത് പണ്ട് തൊട്ടേ ആ വന്ന ഒരു ഇതിന് ഫോണൊന്നും കിട്ടിയ പണ്ട് തൊട്ടേ ആ വന്നൊരു ഇതിൽ ഞാൻ പറയുന്നതാ. അല്ലാതെ ഈ ഒരു മൊമെന്റിൽ നമ്മളിതായിട്ട് പറയണതല്ല. അത് പല ടൈമിലും അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അതിര് വിട്ടു പോയൊരു കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിൽ ഒരു അപ്പാപ്പൻ ഇറങ്ങിയ സമയത്ത് നിങ്ങളതിനകത്തു നിന്ന് ഈ 2-3 സിറ്റുവേഷൻ നിങ്ങൾ വീണപ്പോഴത്തേക്കിന് അത് എന്നെയും ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങിയതാണ്. കാരണം കുറേ പേര് പറഞ്ഞു തുടങ്ങി വേറൊരു ഗ്യാങ് നശിപ്പിച്ചിട്ടാണ് ഞാനൊരു ഇത് അങ്ങനെ അവിടുന്ന് ഹിറ്റ്മാൻ ആണെങ്കിലും എല്ലാവരും നിങ്ങളെല്ലാം ഈ ഗ്യാങ് തിരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഡൗണിലേക്ക് പോകാൻ എന്തായാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് സിറ്റിയിൽ ഒരു ഗ്യാങ്ങിന് നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിലൊക്കെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമോ കാർലോ, ആ കാര്യത്തിൽ അങ്ങനത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ പിള്ളേർ സെറ്റ് എല്ലാവരും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് സന്തോഷത്തോടെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് RP ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എത്ര വലിയ ഞങ്ങളുടെ റൈവലറി ആണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. വിൽ ബി വിത്ത് യു ഗൈസ് ആൻഡ് താങ്ക് യു. അത് എനിക്ക് പറയാം, ഒരുപാട് നാൾക്ക് മുമ്പേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാർലോ അടുത്ത്. അപ്പാപ്പനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ അടുത്തോട്ട് വിട്ടതിനും ഈ ഗ്യാങ് ഇപ്പോൾ ഇങ്ങനെ ഇലവാക്കി അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് നിർത്താൻ പറ്റിയതിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് KVA എല്ലാ മെമ്പേഴ്സിനോടും അതേപോലെ തന്നെ കാർലോയോടും പ്രത്യേകം പറയണം എന്ന് തോന്നുന്നു. ഓ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞങ്ങളും അല്ലെങ്കിൽ നമ്മള് ഒരു കൊല്ലം മുന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന പോലെ നമുക്ക് സിറ്റിയില്. സോ ഇപ്പൊ ഇങ്ങനെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇനി അങ്ങനത്തെ ഒരു പഴയ ഒരു ഇതിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും. ഇപ്പൊ ഇവിടെ ഉള്ള ആർക്കും അങ്ങനത്തെ ഒരു താല്പര്യമില്ലാടാ. അപ്പോ ഒത്തിരി സന്തോഷം ഇതായിരുന്നല്ലോ, എനിക്കൊന്നും പറയണ്ട കാരണം സത്യം പറഞ്ഞ വളരെ
ഹഗ്ഗിലേതാ ഇട്ടിട്ട് വന്നല്ലേ അണ്ണനിക്ക് താല്പര്യം വന്നില്ല കാറിൽ വന്നില്ല ഇവിടെ ഞാനൊന്നുമില്ല നിങ്ങൾ തമ്മിൽ ലവാണോ? എനിക്ക് ഞെക്കാൻ പറ്റത്തില്ല. ആടി പൂക്കിറ്റ് പരി. എല്ലാരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ ഇരിക്കണത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും എല്ലാവരുടെ അപ്പിയറൻസും മുഖവും അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദവും അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാമന്റെ സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതെല്ലാരും ഒന്ന് ഞങ്ങള് ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് ഗ്യാങ് ഹൗസിലോട്ട് വരാം. എല്ലാരും ഇല്ല. അപ്പൊ എല്ലാരും വരുന്ന ദിവസം എല്ലാവരും ഇല്ല. ഹിറ്റ്മാൻ ഒന്നും വന്നില്ല. ഇല്ല നെറ്റൊന്നും വന്നിട്ടില്ല, കേറില്ല. അപ്പൊ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ഗ്യാങ് ഹൗസിലായി നമ്മുടെ ഗ്യാങ് ഹൗസിലായിട്ട് നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു. അപ്പൊ നമ്മളുണ്ടാവും കാറിലോ എന്തുണ്ടെങ്കിലും 2 വളവിനപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെ വന്നാൽ മതി. അല്ലെ ഇവിടെ വിളിച്ചാൽ മതി. ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ 2 വളവ് ഇപ്പുറത്ത് ഞങ്ങളും വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല എനിക്ക് ജസ്റ്റ് എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കാറുള്ളൂ. ലൈക്ക് വാസുറോയുടെ അടുത്തും കാർലോസ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയല്ലേ ഇന്നത്തെ ഇതില് സാധനത്തില്? ഉറപ്പായിട്ടും. എടാ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കുറെ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം വെച്ചാ. കാറിലാണേലും ഞാനാണേലും കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ആയിരുന്നു. വെളിയിൽ വഴിയിലും പുറത്തായാലും ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ മൂമെന്റിൽ ഞാൻ അത് തെറ്റായിട്ട് പറയണില്ല. അതിപ്പോ KVL ഉള്ളതാണെങ്കിലും TV ഉള്ളതാണെങ്കിലും നിങ്ങളൊക്കെ പല പല PvP സെർവറുകളിലൊക്കെ കളിക്കുന്നത് കൊണ്ട് ഉള്ള ഈ ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒന്ന് റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ആവും. അങ്ങനെ വന്ന് കുറേ ഇൻട്രപ്ഷൻ നടന്നു. പക്ഷെ അത് ഇനി വരലെന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ തത്സമയത്ത് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അന്നത്തെ ഒരു അടിയും വഴക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത മൊമെന്റ് ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാർലോക്ക് അറിയാം, ഡോക്കി എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരിക്കലും ഇനി KVA വരരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇതൊരു ഫ്രണ്ട്ലി. ഞാനിപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയാൻ ആരും വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ. അവിടെ നിന്നാണ് ഞങ്ങളിപ്പം അത് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ സിറ്റിയിൽ എന്തായാലും അത് KVA ആയിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം സത്യം പറഞ്ഞാല് സെറ്റ് ചെയ്ത് ഞാനാണെങ്കിലും ഫുൾ പ്ലാന് ഹോക്കിയുടെ ആണ്. ഹോക്കി കുറെ അതിന്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ കുറച്ച് ഡിലേ വന്നത് ആ ഒരു ഇത് ആവാനുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു വൃത്തിയോടെ നടക്കാൻ വേണ്ടി ആയിരുന്നു എത്ര ഡിലേ വന്നത്. എല്ലാം ഹോക്കി ആയിരുന്നു പറഞ്ഞു എന്റെ അടുത്ത്. അയ്യോ, ഒരഭിനയം കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ പേടിച്ചു. ശരിക്കും എനിക്കറിയായിരുന്നു അത് എനിക്ക് പ്രാങ്കാന്ന് പറയാം. കാരണം എന്നോട് പറഞ്ഞത് ബ്രോങ്കോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞാനിത് ബ്രോങ്കോന്റെ പ്രാങ്കാന്നുള്ളതെല്ലാം വന്നല്ലോ. പക്ഷെ വന്നിട്ട് ഇവര് സംസാരിക്കണപ്പോ ഒരു നിമിഷം ശരിക്കും പ്രാങ്ക് തന്നെയാണോ, ശരിക്കും അടിയാതാണോ വിചാരിച്ചു പോയി. അത്ര അടിപൊളി അഭിനയായിരുന്നു പറയാൻ. അയ്യോ, എന്തായാലും സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല. ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രൻ ഇറങ്ങിയാലോ? ചന്ദ്രൻ പുറത്തൊരു പരിപാടി കൊണ്ട് ചന്ദ്രൻ ഇറങ്ങിയായിരുന്നു. ഓക്കെ, അപ്പൊ കാണാൻ കാറില്ല. കണ്ണ അവരുടെ കൊമിക്കോണിന് പോയേക്കോ. കൊമിക്കോണിന് തിരിച്ച് വീട്ടിലെത്തുന്നതേ ഉള്ളൂ. ഓക്കെ കാറില്ല. അപ്പൊ ശരി, അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ.
എന്തോ ഒരു സന്തോഷം സത്യമായിട്ട് വൈര്. അയ്യോ അന്നക്കൂട്ടോ അല്ല നോക്കാൻ വെറുതെ ഏന് പവർ കൂടുതലേ സാബു എന്നെ കൊണ്ടുവല്ലേ വണ്ടി മുമ്പിൽ കയറി കിടക്കും. ബൈ ബൈ ബൈ